പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് ഞാൻ തുടർന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. I would like to speak about the power of prayer. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. We've been studying from the book of Acts. എന്നാൽ ഇന്ന് ആ ഭാഗത്ത് നിൽപ്പാൻ അധികം ഞാൻ ആഗ്രഹിക്കുന്നില്ല. But I would not like to stay in the same topic today. എന്നാൽ അന്ന് നമ്മൾ വായിച്ച് നിർത്തിയ വാക്യം മാത്രം വായിച്ചിട്ട് തുടർന്ന് നമ്മൾ ദൈവ വചനത്തിലേക്ക് പ്രവേശിപ്പാനായി But we പോവുകയാണ്. would just like to read that passage before we get into the next topic. ഇങ്ങനെ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 12-ാമത്തെ വാക്യം. Acts chapter 12 verses 12. അതിങ്ങനെയാണ് വായിക്കുന്നത്. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. So when he had considered this, he came to the house of Mary, the mother of John, whose surname was Mark, where many were gathered together praying. അവൻ പടിപ്പുര വാതിക്കൽ മുട്ടിയപ്പോൾ രോദ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾക്കുവാൻ അടുത്തു വന്നു. And as Peter knocked at the door of the gate, a girl named Rhoda came to answer. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്കോടി പത്രോസ് പടിപ്പുര വാതിക്കൽ നിൽക്കുന്നു എന്നറിയിച്ചു. When she recognized Peter's voice, because of her gladness, she did not open the gate but ran in and announced that Peter stood before the gate. അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞു. അവളോ അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവന്റെ ദൂതനാകുന്നു എന്ന് അവർ പറഞ്ഞു. Yet she kept insisting that it was so. So they said, it is his angel. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. Now Peter continued knocking, and when they opened the door and saw him, they were astonished. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. We are studying about the power of prayer. ദൈവസഭ പ്രാർത്ഥിച്ചാൽ അതിന് വിടുതലുണ്ടെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ കേൾപ്പാൻ ദൈവാത്മാവ് നമ്മോട് In the സംസാരിപ്പാനായിട്ട്. last week we already heard that if the church of God prays, we will be able to see വളരെ deliverance. ശക്തമായ ഒരു ദൈവികാലോചനയായിരുന്നു കഴിഞ്ഞ ആഴ്ച ദൈവാത്മാവ് നമ്മോട് And it was a ഇടപെടുവാനിടയായി. very powerful message that the Lord gave us last week. എന്നോടും വളരെ ശക്തമായി ദൈവാത്മാവ് And the സംസാരിപ്പാനായിട്ടിടയായി. Lord spoke to me also through that word. നിങ്ങൾ ആരെങ്കിലും അത് മിസ്സായിട്ടുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ലൈവിൽ അതുണ്ട്, നമ്മുടെ യൂട്യൂബിലുണ്ട്. ദയവായി ആ മെസ്സേജ് കേൾക്കണമെന്ന് വിശേഷാൽ If you ഓർപ്പിക്കുകയാണ്. didn't get a chance to listen to that message, I urge you to do so. ദൈവസഭ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയുടെ മറുപടി വാതിക്കൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. And as the church of God was praying, the answer to the prayer was knocking in front of അവിടെ them. ഇങ്ങനെ ഒരു കൺക്ലൂഷൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. I would like to conclude that in this manner. ദൈവസഭ സ്വർഗത്തിന്റെ വാതിൽ മുട്ടിയപ്പോൾ സ്വർഗം തുറന്ന് ആമേൻ പ്രാർത്ഥനയുടെ മറുപടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വീടിന്റെ വാതിക്കൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. And when the church of God was praying and they were knocking the door of the heavens, they were able to see the answer in front of them and the door in front of them. ഒരു വാക്ക് നമുക്ക് അവിടെ ഇങ്ങനെ മനസ്സിലായി. There is one thing that we understood here. പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ വാതിലിനെ മുട്ടുന്നതാണ്. And the meaning of prayer is that we knock the door of the heavens. ജനം അവിടെ കൂടിയിരുന്ന് അവർ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ഒരേ കാര്യം, കർത്താവേ നീ സ്വർഗമെന്ന് തുറന്ന് ഇതിന് മറുപടി തരണം. So the thing that they were all praying unitedly was that they wanted the answer for that, and they were knocking the door of heaven for അവരൊരു that. രാത്രി മുഴുവൻ മുട്ടിക്കൊണ്ടിരിക്കുക, കർത്താവേ നീ പ്രവർത്തിക്കണേ. And they continued to knock that door, and they were asking God to give them an answer. അപ്പോസ്തലനായ യാക്കോബ് ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു, അതേപോലെ ഇനി ഞങ്ങളുടെ പത്രോസും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമോ, അവനെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് മുട്ടുന്ന ഒരു സഭ. And they would say that already James our brother is killed, but we want Peter alive with us. അതുകൊണ്ട് ദൈവമേ നിന്റെ പ്രവൃത്തി വെളിപ്പെട്ടേ മതിയാകൂ എന്ന് മുട്ടിക്കൊണ്ടേ ഇരിക്കുന്ന ചർച്ച്. And we see that this is a church who has the urge, because they want to see their brother being delivered. അവിടെ ഇങ്ങനെ ഒരു വാക്ക് ലാസ്റ്റിൽ നമ്മൾ വായിപ്പാനിടയായി. And there is one thing that we read in this passage. അവർ അവനെ കണ്ടപ്പോൾ വിസ്മയിപ്പാനിടയായി When തീർന്നു. they saw him, they were astonished. പ്രാർത്ഥിക്കുന്നവന് അവന്റെ ശക്തി വെളിപ്പെടാൻ സമയമായിരിക്കുക. And for the person who prays, the power of the prayer is going to be അതിന്റെ revealed അർത്ഥം to ഒന്നുകൂടെ him. പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടാൻ പോവുകയാണ്. In other words, you could see that the strength and the power of the prayer is going to be revealed. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 25-ാം വാക്യം നമ്മൾ വായിക്കേണ്ട വേഗത്തിൽ ഞാൻ പോവുകയാണ്. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവർ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു
എന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെട്ടു. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകി മറിയുവാനിടയാ. And we see that when Peter and Silas were in the prison, they were praying and singing hymns to the Lord, and because of that the foundation of the prison was shaken and they were delivered. അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിക്ക് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കി മറിക്കാൻ കഴിഞ്ഞെങ്കിൽ, And so if the power of prayer could break the foundation of the prison, ആമേൻ, പ്രാർത്ഥനയുടെ ശക്തിക്ക് ആമേൻ പത്രോസുകളുടെ ഒന്നാം കാവലും രണ്ടാം കാവലും മൂന്നാം കാവലും വാതിൽ തുറക്കാൻ കഴിഞ്ഞെങ്കിൽ, if Peter was being delivered by that prayer and he was able to go through all the three doors, സ്വർഗത്തിലെ ആമേൻ കവാടം ഒന്ന് തുറന്നാൽ ചില കാരാഗ്രഹവും പാതാളം വരെ ഇളകുമെന്നും പോരാ തുറക്കാത്ത വാതിൽ തുറക്കുമെന്നും ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. and because of that the word of the Lord teaches that if the door of heavens open, the bondages of darkness and the forces of darkness will also fade away. മറ്റൊരു ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. I would like to turn your attention to another thought. പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് ഭയമാ. Satan is afraid of the people of the person who prays. പ്രാർത്ഥിക്കുന്നവന് പിശാചിന് വളരെ ഭയമാണ്. Satan is afraid of the person who prays. പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക്? I hope you understood what I said. പിശാചിന് ഏറ്റവും ഭയമുള്ളത് പ്രാർത്ഥിക്കുന്നവനെയാ. And Satan is very much fearful about the person who prays. യോബിന്റെ ചരിത്രം നമുക്കറിയാം. We know the story of Job. പ്രാർത്ഥിക്കുന്ന യോബിനെ സാത്താൻ അടുത്തു വന്ന് സകലതും ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ആത്മാവിനെ തൊടാൻ കഴിയാഞ്ഞതുകൊണ്ട് അവൻ വളരെ വേദനയോടെ ആയിരുന്നു. And as Satan goes to Job, and as he is a prayerful man, Satan was not able to catch hold of his soul. ഒന്നുകൂടെ പറയുന്നു, പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് വളരെ ഭയമാണ്. In other words, let me tell you that Satan is scared of the people who pray. പ്രാർത്ഥിക്കുന്നവനെ രോഗത്തിന് വളരെ ഭയമാണ്. And a person who prays, sickness and dangers are scared of them. പ്രാർത്ഥിക്കുന്നവനെ ഭൂതത്തിന് ഭയമാണ്. And to a person who prays, demons are afraid of them. ഹല്ലേലൂയ. Amen. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, ഈ രോഗത്തിനും ഭൂതത്തിനും ലോകത്തിനും പിശാചിനും പേടിയുള്ളത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെയാ. And so to the children of God, let me remind you that demons and Satan and all sicknesses are afraid of the people who pray to the Lord. 40 ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന കർത്താവിന്റെ മുമ്പിൽ ശിഷ്യന്മാരല്ല അവനെ സ്വീകരിച്ചത്, പിശാച് അവന്റെ അടുത്തേക്ക് വരികയാ. We also know that after 40 days of fasting, when Jesus was there, it was not his disciples who came to greet him, it was rather Satan who approached him. ഒരു കൂട്ടം ദൈവജനം അവിടെ ഇറങ്ങി വന്നെന്നല്ല എഴുതിയിരിക്കുന്നേ. It does not say that a group of people came to തന്റെ visit him. ശിഷ്യന്മാർ വന്നെന്നല്ല എഴുതിയേ. It does not talk about his disciples who come to greet him. പ്രാർത്ഥിച്ചവർ വന്നെന്നല്ല എഴുതിയേ. It is not about prayerful people coming അവിടെ to greet വന്നത് him. സാത്താനാണ്. There you see that Satan approaches him. പ്രാർത്ഥിക്കുന്നവനെ നോട്ടമിടുന്ന ഒരു സാത്താനുണ്ട്. There is a Satan who has a look over the people who prays. പ്രാർത്ഥിക്കുന്നവനെ എങ്ങനെങ്കിലും തകർക്കാൻ നോക്കുന്ന ഒരു പോരാട്ടമുണ്ട്. And there is a force of darkness that is against the people who pray. പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെതിരായി പോരാടുന്ന ഒരു പോരാട്ടമുണ്ട്. And to the prayerful Daniel, there is a force of darkness that tries to destroy him. പ്രാർത്ഥിക്കുന്ന പത്രോസിനെതിരായി പോരാടുന്ന ഒരു പൈശാചിക പോരാട്ടമുണ്ട്. And to the prayerful Paul, there is a force of darkness that plays against him. പ്രാർത്ഥിക്കുന്ന ജോസഫിനെതിരെ ഒരു പോരാട്ടമുണ്ട്. To the prayerful Joseph, there is a force of darkness that goes against him. പിശാചിന്റെയും ജഡത്തിന്റെയും ലോകത്തിന്റെയും ഒക്കെ പോരാട്ടം ഈ ലോകത്തിലെ നേതാക്കന്മാരോടോ രാജാക്കന്മാരോടോ അധികാരികളോടോ പൊളിറ്റീഷ്യൻസിനോടോ അല്ല, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോടാ. And for the Satan and demonic forces, they do not have forces against the world or anything in the world, but it is all against us, the people who pray to the ഒരു Lord. ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ. But there is a message I would like to say from പ്രാർത്ഥിക്കുന്ന നിന്നെ here. ഒരന്ധകാര വ്യാപാരത്തിനും ജയിക്കാൻ കഴിയത്തില്ല എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്. And let me assure you that if you are a prayerful man, there is nothing, no forces of darkness can come against you. പ്രസംഗിക്കവർ
ചിലർ പ്രസംഗിക്കുന്നവർ പരാജയപ്പെട്ടു എന്ന് വരാം. Maybe the person who preaches, they might fail. എഴുത്തുകാർ പരാജയപ്പെട്ടെന്ന് വരാം. Maybe the writers would fail. അവർ ബലഹീനരായി പോയെന്ന് വരാം. Maybe they would weaken themselves. പാസ്റ്റർമാർ വീണുപോയെന്ന് വരാം. Maybe pastors might fall. എന്നാ പ്രാർത്ഥിക്കുന്നവരെ വീരന്മാരുടെ പട്ടികയിലാ വെച്ചിരിക്കുന്നേ. But people who pray, they are in the list of warriors. അവര് തകരാൻ അനുവാദമില്ല. They do not have the right to be shaken. അവരെ ജയിക്കാൻ ഒരു ശക്തിക്കും അന്ധകാര വ്യാപാരത്തിനും And കഴിയത്തില്ല. no forces of darkness can win over them. മുട്ടുമടക്കുന്ന ദൈവ പൈതലിനെ ജയിക്കാൻ ശത്രുവിന് കഴിയത്തില്ല. And to the child of God who bows down and pray, the Satan cannot catch hold of him. ഞാൻ ഇങ്ങനെ പറഞ്ഞ ഭാഗം നിർത്തട്ടെ. I would like to conclude it in this manner. മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന്റെ മുമ്പിൽ സാത്താൻ മുട്ടുമടക്കും. And to the child of God who bows down and prays to his God, Satan will bow down before him. Hallelujah. Amen. രണ്ട്, പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ സ്വർഗത്തിന്റെ കലവറ നിനക്ക് വേണ്ടി തുറക്കും. And as you begin to pray, the next thing is that the treasures of heaven will open before you. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് ഞാൻ I പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. am talking about the power of prayer. ഒന്ന്, സാത്താന്റെ മേലൊരു അധികാരവും ജയവും ഉണ്ട്. First is that you have a victory over Satan. രണ്ട്, പ്രാർത്ഥിക്കാൻ വന്നാൽ പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി സ്വർഗത്തിന്റെ കലവറ തുറക്കപ്പെടും. And second is that if you are a child of God who prays, there is the treasures of heaven that opens in front of you. സ്വർഗത്തിലെ സകല നിക്ഷേപവും തുറക്കുന്ന സമയമാണ് പ്രാർത്ഥനയുടെ സമയം. And you get the wealth of heaven when you pray to the Lord. ആ കലവറയ്ക്കകത്ത് ഒത്തിരി വാഗ്ദത്തങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തികളും വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. And we see that in that treasure there is a lot of miracles and there is a lot of good doings that the Lord has for us. ആത്മീകവും ഭൗതികവുമായി ഒത്തിരി നന്മകളെ ട്രഷറിനകത്ത് വെച്ചേക്കുക. And in that treasure you see that there will be spiritual and materialistic things inside. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, നിങ്ങൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒത്തിരി നന്മകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണ് സ്വർഗത്തിന്റെ കലവറ എന്ന് പറയുന്നത്. And so this heavenly treasure is the place where there are so many blessings that you and I have never seen before. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ വാക്ക് എഴുതിയിട്ടുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങൾ. And that is why Apostle Paul, when he prays, he says that the Lord will bless you with the blessings of heaven. ആ നിക്ഷേപത്തെ തുറക്കാൻ ഉപയോഗിക്കുന്ന താക്കോലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. And the key to open that treasure is our prayer. Praise the Lord. Amen. തന്റെ ജനത്തിനു വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന വാഗ്ദത്തത്തിന്റെ നന്മകളെ, വിടുതലുകളെ, അത്ഭുതങ്ങളെ, അടയാളങ്ങളെ, രോഗസൗഖ്യങ്ങളെ, ആമേൻ, ഭൗതിക വിടുതലുകളെ, ആത്മീക വിടുതലുകളെ ഒരുക്കി വെച്ചിരിക്കുന്ന കലവറയുടെ താക്കോൽ ആരുടെ കയ്യിലാണെന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിന്റെ കയ്യിലാ. And this treasure that the Lord has prepared for us, that has all the blessings that we need in this world, and the key to that is with the man of God or the woman of God who prays to the Lord. കഴുകുമരം ഒരുക്കി ഹാമാൻ കാത്തിരിക്കുകയാണ്. And here we see that Haman is waiting and he has a gallon for Mordecai. ആമേൻ. ഹാമാൻ ഇതെല്ലാം റെഡിയാക്കി വെച്ചേക്കുക. And Haman is ready with all of that. പക്ഷേ ആരുടെ കഴുത്താണ് അത് കയറേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഹാമാനല്ല, സ്വർഗത്തിലെ ദൈവമാ. But the Lord is the one who decides who has to die in that gallon. ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയും, ദൈവജനമേ, നിനക്കെതിരെ ആയുധവുമായി ശത്രു വന്നിട്ടുണ്ട്, ഹാമാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് പകൽ അതിനകത്തെ കഴുത്താറയാ എന്നറിയണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, നീ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ചലനം കാണുവാനിടയായി തീരും. And the child of God, let me remind you that there might be many situations when you think that Haman is trying to do things against you, but the Lord will decide if we are ready to pray to the Lord. ആരെയാ അതിനകത്ത് കയറ്റേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ദൈവമാണ്. And it is the Lord that who I and you who believe, we are the ones, and our God is the one who will decide who has to get into it. നിനക്കെതിരെ വരുന്ന പ്രതികൂലത്തിന്റെ നടുവിലും വളരെ ആമേൻ സാഹചര്യങ്ങളുടെ നടുവിലും നീ പ്രതീക്ഷിക്കാത്ത പലതും നിന്റെ കണ്ണിന്റെ മുമ്പിലൂടെ ഇങ്ങനെ അറഞ്ഞാടുമ്പോഴും ഇന്ന് പകൽ ഓർത്തുകൊള്ളണം, പ്രാർത്ഥിക്കുന്ന ദൈവം പൈതലേ, കാര്യങ്ങളെ തിരിച്ചു മാറ്റാൻ
തിരിച്ചുവിടാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയോ? And when you see things that is not in your favor, you should always remember that the Lord whom you pray to, he can turn things over in your favor. ഹല്ലേലൂയ. Amen. രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ് മൂന്നാമത്തെ ഭാഗത്തേക്ക് ഞാൻ വേഗത്തിൽ പോവുകയാണ്. And the third point is, പ്രാർത്ഥിക്കുന്ന ദൈവവേദനെ അറിയുന്ന ഒരു ദൈവമുണ്ട്. there is a God who knows the child of God who prays to him. പ്രാർത്ഥിക്കുന്ന ദൈവവേദന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്താന്ന് ചോദിച്ചാൽ ദൈവം നിന്നെ അറിയുന്നു എന്നുള്ളതാണ്. And to the child of God who prays, the greatest peculiarity that you have is that the Lord knows you. നിന്നെ ദൈവം അറിയുന്നു. The Lord knows you. പ്രാർത്ഥിക്കുന്നവരെ ലോകം അറിയത്തില്ല. The people who pray to the Lord, the world might not know പക്ഷെ them, ദൈവം അറിയും. but the Lord knows them. ഹല്ലേലൂയ. Amen. എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ആമേൻ, ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവവൈതലേ, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. And so because of that we have an assurance that we know a Lord who knows us too. ഒരിക്കൽ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ കർത്താവേ കർത്താവേ, ആമേൻ, ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പറയുകയാണ്, ഞങ്ങളുടെ ക്രെഡിറ്റുമായി ഞങ്ങൾ വന്നിരിക്കുകയാണ്, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ ആമേൻ എന്തുവാ രോഗികളെ സൗഖ്യമാക്കി, വിവിധ വീര്യപ്രവർത്തികൾ ഞങ്ങൾ ചെയ്തു എന്ന് പറയും. And there is one time when the disciples, they go to Jesus and they say that they cast out demons, they were able to perform miracles, and they've done many things in his name. ഈ ആണ്ടിൽ ഏറ്റവും നന്നായി, ഏറ്റവും ഫേമസ് ആയി, ഏറ്റവും പണമുണ്ടാക്കാൻ പറ്റുന്ന മൂന്ന് മാർഗമാണ് ഈ മൂന്ന് മാർഗം. And so these are the things through which you can accumulate money. ഒന്ന് ഭൂതങ്ങളെ പുറത്താക്കുക, First is to cast out demons. രണ്ട് രോഗികളെ സൗഖ്യമാക്കുക, Next is to heal the sick. മൂന്ന് വീര്യപ്രവർത്തികൾ ചെയ്യുക. And the next is to do miraculous acts. ഈ മൂന്ന് കാര്യമായിട്ടാണ് കർത്താവ് ദൈവത്തിന്റെ അടുത്ത് അന്ന് ചെല്ലുന്നേ. And so with all these three things they go to Jesus. വാക്യങ്ങൾ എടുത്ത് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോവുക ദൈവമക്കളെ. We do not have time to read those verses. എന്ന് ആ നാളിൽ പലരും എന്നോട് പറയുമെന്ന തിരുവചനം And the പറഞ്ഞു. word of the Lord says that in that hour many people will say so to me. എന്നാൽ വിധി പ്രസ്താവിക്കുന്ന നാളിൽ ആ ദിവസം കർത്താവിന്റെ അഗ്നിമയമായ കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്നവരെ, അവരുടെ വെളിപ്പെടുത്തേണ്ട ചില അവകാശവാദവുമായി വന്നവരെ നോക്കി സ്വർഗത്തിലെ ദൈവം പറയൂ, നിന്നെ ഞാൻ അറിയുന്നില്ല. But on the final day of judgment, when the Lord looks at us and if he sees that it is not according to his will, he will say that I do not know ആരാ you. ഈ അവകാശവാദം പറഞ്ഞുകൊണ്ട് വരുന്നേ? Who are these people who say these സാധാരണക്കാരല്ല. things? It is not the normal people. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഒരു സാധാ വിശ്വാസിയല്ല. It is not a nominal believer. വമ്പന്മാരാ വന്നേക്കുന്നേ. These are all big shots. ഹല്ലേലൂയ. Amen. ഈ പ്രഖ്യാപനം കർത്താവിന്റെ മുമ്പിൽ പറയുന്നത് അത് കള്ളവുമല്ല. And when they make these proclamations, these are not false proclamations. അവർ കള്ളം പറഞ്ഞിട്ടില്ല. They did not say a lie. അവർ ഭൂതങ്ങളെ പുറത്താക്കി, They were able to cast അവർ out രോഗികളെ demons. സൗഖ്യമാക്കി, They were able to heal the sick. വീര്യപ്രവൃത്തി ചെയ്തു. They were able to Miracle. they were able to do miracles. Praise the Lord. ഇതെല്ലാം പറഞ്ഞിട്ട് അവർ പറഞ്ഞത് എങ്ങനെ ചെയ്ത, നിന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്തു. And then they say that I was able to do this in your name. ഒന്ന് ചിന്തിച്ചു നോക്കൂ ദൈവമക്കളെ. Let us think, children of God. ഈ മൂന്ന് ശുശ്രൂഷകളും ഇന്ന് ചെയ്യുന്നവരെ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കിക്കോ. If you try to examine people who do these three ministries, അവരുടെ ഡയറിയിൽ ഡേറ്റേ കാണത്തില്ല. and when you look at their diaries, they will not have any അവർ free വളരെ days. ബിസി ആയിരിക്കും. They'll be very busy. പക്ഷെ കർത്താവ് പറയുകയാ, But the Lord says, ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല. the Lord says, I do not know you. അവിടെ വാക്ക് ഇങ്ങനെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നേ. In Malayalam it says like this. അറിയുന്നില്ല എന്നല്ല, It does not say I do not know you. അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളൊരു വാക്ക്. He says that I have never known you. അറിഞ്ഞിട്ടില്ല. I have never known you. അയ്യോ കർത്താവേ, വലിയ സീനിയർ പാസ്റ്ററായി വലിയ അറിയപ്പെടുന്ന കുടുംബത്തിൽ അറിയപ്പെടുന്ന മാതാപിതാക്കളുടെ മകനായി ജനിച്ചവനാ. Maybe he can say that he is from a very good Christian family. സീനിയർ പാസ്റ്ററാണ്. He's a senior pastor. വലിയ കുടുംബത്തിൽ ജനിച്ചതാണ്. He's from a good family. വലിയ മാതാപിതാക്കളുടെ അറിയപ്പെടുന്ന മാതാപിതാക്കളുടെ മകനാണ്. And he is a child of renowned parents. അറിയപ്പെടുന്ന ബൈബിൾ കോളേജിൽ പഠിച്ചവനാണ്. And he studied in renowned Bible ബിഡിയും colleges. PhD ഒക്കെ വാങ്ങിച്ചവനാണ്. He has his BD and his PhD. പോകുന്ന എല്ലാ പോസ്റ്ററിലും ആ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ട്. And when we go there, you can see his photos in different ലോകം posters. അറിയാവുന്നവനാണ്. The world knows him well. പക്ഷേ കർത്താവ് അറിയത്തില്ലെന്ന്. But the Lord does not know him. ഹല്ലേലൂയ. അപ്പാ പ്രൈസ് ദി ലോർഡ്. കർത്താവിന് അറിയാൻ കഴിയുന്നില്ല. The Lord is not able to know.
അപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതം ചെയ്യാൻ പറ്റുമോ? So can you do miracles in the name of the Lord? കർത്താവിൻ്റെ നാമത്തിൽ രോഗിയെ സൗഖ്യമാക്കാൻ പറ്റുമോ? Can you heal the sick in the name of the Lord? വീര്യപ്രവൃത്തി ചെയ്യാൻ പറ്റുമോ? Can you do miraculous works in the name of the Lord? നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞു. You can give the answer പക്ഷെ to it. കർത്താവ് പറഞ്ഞു ഞാൻ അറിയുന്നില്ല. But the Lord says, I do not know you. ഹല്ലേലൂയ. Amen. എന്നാൽ പ്രാർത്ഥിക്കുന്നവരെ അറിയുന്ന ഒരു ദൈവമുണ്ട്. But there is a Lord who knows the people who pray to the Lord. പ്രാർത്ഥിക്കുന്നവരെ എവിടിരുന്നാ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയുന്ന ഒരു ദൈവമുണ്ട്. And the Lord knows where the people of God pray to him. അവരോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യമുണ്ട്. And there is the presence of the Holy Spirit with these people who pray to the Lord. പ്രാർത്ഥിക്കുന്നവരെ ആമേൻ അറിയുന്ന ഒരു യേശു കർത്താവുണ്ട്. And there is the Lord Jesus Christ who knows the people who pray to the Lord. ഞരക്കം പോലും അറിയുന്ന ഒരു കർത്താവുണ്ട്. And the groanings that you have, even there is a Lord who knows those. ഇന്ന് പകൽ ആ ദൈവത്തിന് ഒരു മഹത്വം കൊടുക്കാൻ Let us give തയ്യാറാകുന്നു. glory to that Lord. Amen. ഹല്ലേലൂയ. Amen. പണ്ടൊരു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു അമ്മച്ചി, വളരെ പ്രാർത്ഥനക്കാരിയായ അമ്മച്ചി മരിച്ചു. There was a grandmother who used to pray a lot and she passed വളരെ away. ശക്തമായി ദൈവത്തിന് വേണ്ടി നിന്ന ഒരു അമ്മച്ചിയാണ്. She stood strongly for the Lord. ആ അമ്മച്ചിയുടെ ഫ്യൂണറൽ സർവീസിന്റെ അടുത്ത് വന്നപ്പോൾ And when people went for the funeral service of this ആ grandmother, അമ്മച്ചിയുടെ പേരിൽ ഒരു നോട്ടീസ് അവരിങ്ങനെ അടിച്ചിറക്കി. there was a notice on behalf of this അതിനകത്ത് ഇങ്ങനെ grandmother. എഴുതിയിട്ടുണ്ട്, And it was written in that ഈ notice, അമ്മച്ചിയെ ദൈവം അത്ഭുതമായി വിടുവിച്ച വ്യക്തിയാണെന്ന്. this grandmother was healed miraculously by the Lord. 7 പ്രാവശ്യം മൂർക്കം പാമ്പ് കടിച്ച അമ്മച്ചിയാണ്. And this grandmother was bit by a venomous snake about 7 times. ഒരൊറ്റ പ്രാവശ്യം പോലും അമ്മച്ചി മരുന്നെടുത്തിട്ടില്ല. And none of the times did that grandmother take any medicines for it. മൂർക്കം പാമ്പ് 7 പ്രാവശ്യം കടിച്ചാ പിന്നെ ആ അമ്മച്ചി ജീവിച്ചിരിക്കുമോ? Do you think that after being bitten by venomous snake will that grandmother be 90ാമത്തെ able to? വയസ്സിൽ മരിക്കുമ്പോഴും നോട്ടീസിൽ എഴുതിയിരിക്കുക അമ്മച്ചി 90 വയസ്സ് വരെ ജീവിച്ചു, 7 പ്രാവശ്യം മൂർക്കം പാമ്പ് കടിച്ചു. But in that notice it says that grandmother was able to live for 90 years and 7 അവിടെ വന്ന times the പാസ്റ്റർ snake ഇങ്ങനെ bit പറയുന്നത് her. കേൾപ്പാനിടയായി. And a pastor who went there, he mentioned like this. 8ാമത്തെ പ്രാവശ്യവും മൂർഖം കടിക്കാൻ വന്നായിരിക്കും. Maybe then 8th time also the snake came to bit her. അമ്മച്ചിയുടെ കാലയിലാ കടിക്കുന്ന കണ്ടപ്പം നാണം കെട്ട് തിരിച്ചു പോയതാണ്. And when the snake knew that it is this Amachi, the snake might have left her. കടിച്ചിട്ടൊരു കാര്യമില്ല. The snake might have felt that there is no use of അമ്മച്ചി it പ്രാർത്ഥിക്ക അവിടെ വിടുതലെടുക്കുമെന്നേ. because that Amachi's prayer will heal her. 14 പ്രാവശ്യം ഭൂതങ്ങളെ ഈ അമ്മച്ചി പുറത്താക്കി എന്ന് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. And that grandmother was able to cast out demons 14 times. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവസ്ഥലായിരിക്കുന്ന ദൈവവൈതലേ, Children of God who are present here today. ചില ബോധങ്ങളൊക്കെ ഒന്ന് ഇറങ്ങണം ഇവിടെ ചിലരൊന്ന് ആരാധിക്കണമെങ്കിൽ. Some demons have to be cast out for some people to worship the Lord here. നമ്മളിലുള്ള ഭൂതം ഇറങ്ങണമെന്നല്ല, ആരുടെയും ഒരു ഭൂതം ഇറങ്ങിയാൽ അത് ഇവിടെ നിന്ന് എല്ലാവരും ആരാധിക്കുന്ന കാണാം. If at least one person, the demon is cast out of that person, all the people will worship. അതെന്തുകൊണ്ട് ആരാധിക്കുന്നത് അറിയാമോ? Do you know why we worship then? അയ്യോ ഞങ്ങളിലും ആത്മാവ് വന്നുകൊണ്ട് ആരാധിക്കല്ല, It is not because the Spirit has ആ come over ഇറങ്ങിപ്പോയത് us, എൻ്റെ അകത്ത് കയറാതിരിക്കാൻ വേണ്ടി ഞാൻ ആരാധിക്കുന്നതാ. because we don't want that demon to come on us. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പെന്തിക്കോസിന്റെ അകത്ത് ചില ഭൂതമൊക്കെ ഇറങ്ങുന്ന കാലം ഉണ്ടായിരുന്നെന്നേ. There was a time in Pentecost when these kind of demons would come out of നിങ്ങളുടെ people. മമ്മിയോടൊക്കെ ചോദിച്ചാൽ അറിയാം, പ്രായമുള്ളവരോടൊക്കെ ചോദിച്ചാൽ അറിയാം ഭൂതങ്ങൾ ഓടിയിട്ടുണ്ടോന്ന്. And when you ask old people, you can ask them whether demons ran away. അന്ന് മണിക്കൂറുകൾ ഇരുന്ന് ആരാധിച്ചിട്ടുണ്ട്. And that time we worshiped for hours. ആരാധന നിർത്തിയിട്ടില്ല. And they never stopped worshiping. ബാക്കിയുള്ളവരോട് ആരാധിക്കാത്തവര് പാസ്റ്റർ തട്ട് മോനെ ആരാധിക്കണോ ഇപ്പൊ നിന്റെ തലയല്ല കയറൂന്ന് പറയും. And to the people who do not worship, even to them, the pastors would urge them to worship. അപ്പോഴുള്ള ആരാധന നിങ്ങളൊന്ന് കാണണം. And you have to see the worship ഇതായിരുന്നു during that time. പെന്തക്കോസ്റ്റ് പണ്ട്. That was the kind of Pentecost we അവിടെ had. ഭൂതങ്ങൾ ഇറങ്ങും, And the demons would get out രോഗികൾ them, സൗഖ്യമാകും. and the sick would be healed. എൻ്റെ ഒരു സുഹൃത്ത് ബാംഗ്ലൂരിലൊരു സഭയിൽ ശുശ്രൂഷിക്കാൻ 7 ദിവസത്തെ ഉപവാസപ്രാർത്ഥനയ്ക്ക് വന്നു. A friend of mine went to a church in Bangalore to minister for a couple of days. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു ദൈവദാസൻ ശക്തമായി ശുശ്രൂഷിക്കുന്നവൻ കർത്താവിന്റെ സന്നിധി വിശ്രമിക്കുന്ന ദൈവം. He was from a Hindu background and he served the Lord in a very strong way, and now ഒരു he's, ഫാമിലിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി ആ സഭ ഉപവസിച്ചേ. and they were particularly praying for a certain family in that അവിടുത്തെ church. സഭയുടെ പ്രധാനപ്പെട്ട ഒരാളാണ് ആമേൻ ഈ പാസ്റ്ററെ അവിടേക്ക് വരുത്തി ഈ ശുശ്രൂഷയിൽ സഹായിപ്പാനായി കൊണ്ടുവന്നത്.
വന്നത്. And it was a prominent person in that church who invited this pastor to come to the church. അവിടെ ശക്തമായ ആരാധന നടന്നു. And there was a strong worship that ഈ happened there. കുടുംബത്തെ മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക. And they brought the family to the front and asked him to sit in the front. ആറാമത്തെ ദിവസം രാത്രി ശനിയാഴ്ച രാത്രിയിലും അവരിലുള്ള ഭൂതം ഇളകിയില്ല. And even on the 6th night, Saturday, the demon did not get out of സൺഡേ them. സഭായോഗം കഴിഞ്ഞിട്ട് അന്ന് ഉച്ച കഴിഞ്ഞിട്ട് 6 മണിയുടെ ബസ്സിന് 6 മണിയുടെ ബസ്സിന് അദ്ദേഹത്തിന് നാട്ടിൽ തിരിച്ചു പോകണം. And the next day after the service, this pastor had to go back to his place. അന്ന് ആമേൻ ആ ആരാധനയുടെ നടുവിലും ഭൂതം ഇറങ്ങിയില്ല. And even in the midst of that day's worship also, the demon was not ഈ did not come പാസ്റ്ററെ out. സംബന്ധിച്ചോളം പാസ്റ്റർ ഭയങ്കരമായി ഭൂതത്തെ ഇളക്കുന്ന ദൈവദാസനുമാണ്. And for this pastor, he is a pastor who was able to cast down many അദ്ദേഹം demons ഇങ്ങനെ പറഞ്ഞു before. കഴിഞ്ഞ് ശനിയാഴ്ച രാത്രി ദൈവത്തോട് കരഞ്ഞു പറഞ്ഞു, കർത്താവേ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ കുടുംബത്തെ ശുശ്രൂഷിച്ച് അവരെ വിടുവിക്കാനാണ്, എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? And even on Saturday night, this pastor prayed and asked the Lord, why is there no deliverance for this family? ആ ഏഴാമത്തെ ദിവസം സൺഡേ ആരാധന തീരുന്നതിന് മുമ്പ് ദൈവദാസൻ കരഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ, And on Sunday, as the worship was going on and as താൻ the pastor was ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നപ്പോൾ, praying, and as he was ministering, ഏറ്റവും പുറകിൽ നിൽക്കുന്ന വളരെ സീനിയറായ ആളുകളിൽ നിന്ന് ഭൂതങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. and people who were standing behind and the senior people in the church, ആ the സഭയെ demons were ആമേൻ coming out വല്ലാത്ത of them. രീതിയിൽ കൊണ്ടുപോകുന്ന ചിലരിൽ നിന്ന് ഭൂതങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. And he was able to see demons come out of people who are leading the church. പാസ്റ്റർക്ക് മനസ്സിലായി ഇതായിരുന്നു ഇവിടുത്തെ തടസ്സം. And pastor was able to understand that that was the problem there. ആ ശുശ്രൂഷ അവിടെ തീർത്ത് അവരെ അതിൽ നിന്ന് കർത്താവിന്റെ ദാസം വിടുവിപ്പാനിടയായി. And that pastor was able to pray for those people and deliver them. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ലോക്കൽ പാസ്റ്ററോട് പറഞ്ഞു, And then he said this to the local pastor. ഇവിടെ ഇതായിരുന്നു സംഭവിക്കണ്ടേ. This was what is happening ഇനി here. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇവരുടെ ഭൂതം ഇളകി നിങ്ങൾ ചെയ്തോ, ഞാൻ പോവാന്ന് പറഞ്ഞു. Now if you pray for this family, their demons will come ഇന്ന് out. പകൽ You can do that ദൈവസന്നിധിയിൽ on ഇരിക്കുന്ന your own. ദൈവപൈതലേ, To the children of God who are present here today. സഭയ്ക്കകത്ത് ചിലത് വിടുതൽ നടക്കണം. In a church there should be deliverance. നമ്മളെ ആരാധിപ്പിക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്ന ചില അന്ധകാര പോരുകളിൽ നിന്ന് ദൈവസഭ വിടുതൽ പ്രാപിക്കണം. And we have to get deliverance from the forces of darkness that does not allow us to worship. ശക്തമായി ആരാധിച്ച അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെ മക്കളും കൊച്ചുമക്കളുമല്ലേ നമ്മളൊക്കെ. We are the generations of people who worship the Lord. പക്ഷെ എന്താണ് നമുക്ക് തടസ്സം? And so what is our hindrance? വളരെ ശക്തമായി ഈ ദിവസങ്ങളിൽ ആരാധിച്ചേ പറ്റത്തുള്ളൂ. We have to worship the Lord in strength during these Praise days. the Lord. Amen. Hallelujah. നമ്മൾ പറഞ്ഞു പ്രാർത്ഥനയ്ക്കുള്ള സൗകര്യം പണ്ടില്ലായിരുന്നെന്ന്. We say that they did not have an opportunity to worship. ഇന്ന് സൗകര്യം ദൈവം തന്നിരിക്കുക. Now the Lord has given us the privilege. Praise the Lord. Amen. പാസ്റ്ററെ പ്രാർത്ഥിക്കാനൊക്കെ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. We would say that, Pastor, I had the desire to pray, but I did not have ദൈവം സാഹചര്യം തന്നത് ഓർത്ത് സ്തോത്രം. Let's thank God for giving us the ഇനി opportunity അത് to pray പറഞ്ഞ് now. ഒഴിവാകാൻ പറ്റത്തില്ല. Now we cannot give that as an excuse. പ്രാർത്ഥനയ്ക്ക് വിദ്യാഭ്യാസം വേണ്ട. You do not need education for prayer. പ്രാർത്ഥനയ്ക്ക് സൗകര്യങ്ങൾ വേണ്ട. You do not need surroundings for prayer. ഹല്ലേലൂയ. ഇപ്പോൾ ഉള്ള വിദ്യാഭ്യാസം മതിയെന്നേ. You just need your education that you have now to ഇപ്പോൾ pray. ഉള്ള വലിപ്പം മതിയെന്നേ, ഹോളിന്റെ വലിപ്പം മതിയെന്നേ. And this hall or the capacity of this hall is ഇപ്പോൾ enough for us to ആരോഗ്യം pray. മതിയെന്നേ. This health that we have is enough for us to ഇപ്പോൾ ഉള്ള pray. സൗന്ദര്യം മതിയെന്നേ. This beauty is enough for us to pray. ഇപ്പോൾ ഉള്ള ഡിഗ്രി മതിയെന്നേ. This degree that we have is enough for us to pray. പ്രാർത്ഥനാനുഭവത്തിലേക്ക് കയറാൻ ദൈവമക്കൾക്കിടയായി തീരണം. We have to get into the experience of prayer. എന്നാൽ നീ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ശക്തിയുടെ വ്യാപാരമായി അത് And if മാറുവാനിടയാകും. that happens, you will be able to see the power of prayer. ഈ ദൈവം നിന്റെ ശിരസിൽ കൈവക്കും. The Lord will touch you. നീ ആളുമാറിവനെ And പോലെയാകും. you will be a renewed man. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. In the name of the Lord Jesus. Hallelujah. Amen. Oh, we praise you. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ. There is one more thing that I would like to say before I പ്രാർത്ഥന ഒരു conclude. പോരാട്ടമാണ്. Prayer is a war. ശരിക്കും പ്രാർത്ഥനയിൽ നാം പോരാടിയേ പറ്റത്തുള്ളൂ. And as we pray, we are in a war. ഇവിടെ നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും നമ്മളെല്ലാം റെഡിയാ. Whatever we are asked to do here, we will be ready to do for പക്ഷെ it. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആരും റെഡിയല്ല. But if we are asked to pray, we are not ready. അതെന്താന്ന് വെച്ചാൽ അതാ ഒരു പോരാട്ടമാണെന്ന് പറഞ്ഞു. And if you ask why is it, that is a force. സഭയ്ക്ക് ആ ഒരു പോരാട്ടം വേണ്ട. To a church, we do not need that force against ആ us. പോരാട്ടം നമുക്ക് വേണോ? We do not need. Do we need it? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ആ പോരാട്ടം നമുക്ക് വേണോ? Do we need that force against us?
ഇവിടെ ബാക്കി എല്ലാ കാര്യത്തിനും ആളുകളുണ്ട്, But for every other thing, there are people here. പക്ഷെ പ്രാർത്ഥിക്കാൻ ആളില്ല. But there is no one to pray. ഞാൻ ലോക്കൽ ചർച്ചിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, I'm not talking about the local church ഇന്നത്തെ alone. കാലത്തിന്റെ കാര്യമാണ് It പറയുന്നത്. is about today's time. എല്ലാറ്റിനും സമർത്ഥരായവരുണ്ട്, There are so many people proficient in many things. പക്ഷെ പ്രാർത്ഥനയ്ക്ക് സമർത്ഥരായവരെ വേണ്ട. ദൈവത്തിന് വേണ്ടത് എല്ലാവരും പ്രാർത്ഥനയിൽ പോരാടണം എന്നുള്ളതാ. But the Lord needs everyone to pray and be proficient in prayer. തിരുവചനം പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു വാക്യം അവിടെയുണ്ട്. And as Lord Jesus Christ prays, there is one thing that is ബെൻസ mentioned. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1-ാം വാക്യം, John chapter 17 verses 1. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. It is written like this. യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞത്, And Jesus lifted up his eyes to heavens and said. യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, And what the Lord Jesus said after lifting his eyes to നമ്മുടെ the heavens. മാതൃക വേറെ ആരുമല്ല, കർത്താവ് തന്നെയാ പ്രാർത്ഥനയുടെ We മാതൃക. don't need any other examples. We have Jesus itself as an example. അവിടെ രണ്ട് കാര്യങ്ങൾ ഒരു ദൈവദാസൻ പറഞ്ഞത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. There are two things that a minister of God mentioned that I would like to ഒന്ന്, mention to you. സ്വർഗത്തിലേക്ക് നോക്കി പറയുന്ന കർത്താവ് ഇങ്ങനെയാ പറയുന്നത്, സ്വർഗം വളരെ ഉയരത്തിലാണെങ്കിലും പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിന് അത് ദൂരമല്ല, വളരെ അടുത്തായി മാറുകയാ. And even though heaven is at a height, to a person of God who prays to the Lord, that heaven comes near to him. അതിന് മുമ്പുള്ള അധ്യായങ്ങൾ പഠിച്ചാൽ കർത്താവ് മനുഷ്യരോട് സംസാരിച്ചിട്ട് വന്ന് സ്വർഗത്തിലെ ദൈവത്തോട് സംസാരിക്കുകയാ. And we see in the previous chapters that Jesus speaks to the people around him, and then he speaks to his Father. സ്വർഗത്തിലേക്ക് നോക്കിയാണ് താൻ പ്രാർത്ഥിക്കുന്നത്. And he looks to the heaven and he speaks. അതിന്റെ അർത്ഥം പറഞ്ഞാൽ, And the meaning of it is, സ്വർഗത്തിലേക്ക് ആമേൻ നോക്കാൻ പറ്റുന്ന ദൂരമേ അവനുണ്ടായിരുന്നുള്ളൂ. so the distance is enough for him to look up and see the heaven. നോക്കിയാൽ എത്തുന്ന ദൂരമാ സ്വർഗം. So he is able to see the heaven. പ്രാർത്ഥിക്കുന്നവന്റെ ഏറ്റവും പ്രിവിലേജ് എന്തെന്നറിയാമോ? Do you know what is the greatest privilege to the ഞാൻ people of നിങ്ങൾ God who prays? പ്രാർത്ഥിക്കുമ്പോൾ And when we pray, സ്വർഗം നമ്മൾ അടുത്ത് വരികയാ. heavens will come down for us. സ്വർഗത്തോട് നാം അടുത്തിരിക്കുകയാ. And now we are close to the heavens. അതുകൊണ്ട് പിതാവായ ദൈവത്തെ നോക്കി അവൻ പുത്രനായ കർത്താവ് പറയുന്നു, പിതാവേ ഞാനിതാ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നു. And that is why the Lord Jesus looks at his heavenly Father and says, Lord, I am here to pray to you. ഓ, എന്തിനാ കർത്താവ് പുത്രനായവൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്നേ? Why is it that the Son prays to the Father God? സകലത്തിനും മതിയായവനല്ലേ. He is the one who is able to do എന്നാലും anything. പിതാവിന് കൊടുക്കേണ്ട മഹത്വം താൻ കൊടുക്കുകയാ. But he still has to give the reverence and glory to his Father. നീ സ്വന്തം കാര്യങ്ങൾ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് പറഞ്ഞോളൂ, നോ പ്രോബ്ലം. You can include your personal matters in your prayer. കാരണം എന്താണെന്നറിയാമോ? Do you know the reason? എന്തുകൊണ്ടാണ് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നേ? Why do we desire to talk about ഞാൻ our personal പറഞ്ഞിട്ടില്ല things in സ്വന്തം prayer? കാര്യങ്ങൾ പറയല്ലേ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. I do not say that you should not include your personal matters in prayer. ആമേൻ. സ്വന്തം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞോണം പ്രാർത്ഥനയ്ക്കകത്ത്. You have to include your personal എന്തിനാ matters കാരണം while you അറിയാമോ? pray. Do you know the reason for it? ജഡത്തെ ജയിക്കാൻ, You have to win over your flesh. ആമേൻ, ചിന്തകളെ ജയിക്കാൻ, You have to win over your thoughts. നാവിനെ ജയിക്കാൻ, You have to win over your tongue. നാവിനെ നിയന്ത്രിക്കാൻ, You have to control your tongue. പാപത്തെ ജയിക്കാൻ, You have to win over the sin. പിശാചിനെ ജയിക്കാൻ, You have to win over Satan. പരിശുദ്ധാത്മ ശക്തി പ്രാപിപ്പാൻ, And it is for us to receive the power of the Holy Spirit. പുതിയ ദൂത് ലഭിപ്പാൻ, And it is for us to receive the new message. ദർശനങ്ങളെ കാണാൻ, It is for us to see visions. കാഴ്ചപ്പാട് കിട്ടാൻ, And it is for us to get that insight. എങ്ങോട്ട് പോകണമെന്നറിയാൻ It is for us to get the right direction where to go. നമ്മൾ പ്രാർത്ഥിച്ചേ And for മതിയാവുകയുള്ളൂ. all of this, we have to ഓ, pray. നമ്മെ തിരുത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. And we are in a time when we can easily be changed in our ways. ഒരു നടത്തിപ്പും കിട്ടാത്ത ഒരു കാലത്തിലാണ് നമ്മളായിരിക്കുന്നത്. And we are in a situation where we do not have enough guidance. ഒരു വാക്ക് പോലും മോനെ മോളെ നീ ചെയ്യുന്ന തെറ്റാണെന്ന് പറയാൻ ആളെ കിട്ടാത്ത ഒരു കാലത്തിലാണ് And we are in നമ്മളായിരിക്കുന്നത്. a time when people are not there to correct us. പറയാനും പറ്റാത്ത ഒരു കാലഘട്ടമാണ്. And it is also a time that we cannot correct another അതുകൊണ്ടുള്ള person. ചാൻസ് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. And because of that, there is a chance for us to go in the wrong direction. അതുകൊണ്ട് നീ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞോളൂ, നാം നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ കടപ്പെട്ടവരാ. And so because of that, we have the right and obligation to include our personal പക്ഷേ matters. പ്രാർത്ഥനയിൽ എവിടേക്ക് നോക്കണമെന്നറിയാമോ? But when you pray, do you know where do you have to look? സ്വർഗത്തിലേക്ക് നോക്കി You പ്രാർത്ഥിക്കണം. have to look to the heavens and pray. ആ സ്വർഗം താഴെ ഇറങ്ങി വരും. And then the heavens will come down for ഇത് you. ദൂരെ
ദൂരത്തല്ല. It is not going to be far നമുക്ക് away. ഏറ്റവും ഇഷ്ടമാ പണ്ടത്തെ പോലെ കോൾ ചെയ്യുന്നതിനേക്കാൾ ഇപ്പൊ ഇഷ്ടം വീഡിയോ കോൾ ചെയ്യുന്ന അല്ലേ? Now we all like to do video calls. പണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തോരം കഷ്ടപ്പെടുമായിരുന്നു അല്ലേ? In earlier days, it was very difficult for us to പണ്ടൊക്കെ communicate. ടെലഗ്രാമും ട്രങ്കോളും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. And it was time when we had telegrams. ഇന്നിപ്പോ അതെല്ലാം മാറി. Now it has changed. കോൾ ചെയ്യുന്നതും മാറി. Now the medium of calling also has നമ്മുടെ changed. നാട്ടിലുള്ള അപ്പച്ചനും അമ്മച്ചിയും സഹോദരങ്ങളൊക്കെ നമ്മുടെ അടുത്തായിപ്പോ. And now we can see our loved ones back home ഇതുപോലെ near തന്നെയാ us. ഞാനും നിങ്ങൾ സ്വർഗത്തേക്ക് നോക്കുമ്പോ സ്വർഗം ഇവിടെ അടുത്ത് വന്നിരിക്കുക. And in the same manner, when you look at the കരങ്ങളടിച്ച് heaven will come to കരങ്ങളടിച്ച് you. കരങ്ങളടിച്ച് നാവ് തുറന്ന ദൈവത്തിനൊരു സ്തുതി പറഞ്ഞാട്ട് സ്വർഗം ദൂരത്തല്ല, നമ്മുടെ അടുത്താണ്. The heaven is no more far, it is near us. പ്രാർത്ഥിക്കുന്ന ദൈവവൈതന്റെ പ്രിവിലേജ് സ്വർഗം അടുത്ത് വന്നിരിക്കുകയാണ്. And the privilege of the child of God who prays is that the heaven Hallelujah. comes near to them. Amen. ഇതാണ് പ്രശ്നം. നമ്മൾ പാടാൻ തുടങ്ങുമ്പോൾ പാട്ടുകാരില്ല. പ്രൈസ് ദി ലോർഡ്. വേഗം വന്നാട്ട് പ്രാർത്ഥിക്കുന്നവന്റെ ഒരാവശ്യം കൂടി ഞാൻ പറഞ്ഞു നിർത്തട്ടെ. There is one more privilege of the children of God who pray. എന്തിന് പ്രാർത്ഥിക്കണം? Why do you have to pray? 1 പത്രോസ് 4:7, 1 Peter 4:7. Colossians 4:2. കൊലോഷ്യൻ എടുത്തിട്ടുണ്ടെങ്കിൽ വായിച്ചോ. കൊലോഷ്യൻസ് 4:2. എന്തിനാ പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. എന്താ പ്രാർത്ഥനയുടെ ആവശ്യം? പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. വിശദീകരിക്കാൻ സമയമില്ല. സ്തോത്രത്തിൽ ജാഗരിച്ചുകൊണ്ടിരിക്കണം. Continue earnestly in prayer, being vigilant in it with thanksgiving. Luke 21:36. എന്തിനാ പ്രാർത്ഥിക്കേണ്ട ആവശ്യകത? Luke 21:36. ആകയാൽ നിൽക്കാനും നിങ്ങളെ പ്രാപ്തരാക്കേണ്ടതിന് സദാകാലത്തും ഉണർന്നും. ഒന്ന് ചേർന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ബോർഡിലേക്ക് നോക്കി, ടിവിയിലേക്ക് നോക്കി ഒന്ന് വായിച്ചേ. ആകയാൽ, ബട്ട് വായിച്ചു തുടങ്ങിയോ? ഈ സംഭവിക്കാനുള്ള ഈ എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലത്തും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. വിശദീകരിക്കണോ അതിന്? Do you need an explanation for it? മാർക്ക് 13:13 31 and 32 and 33. മാർക്ക് ഒരു നിമിഷം അത് വന്നോട്ടെ. ഒന്ന് ചേർന്ന് പറഞ്ഞു പൊക്കാമോ? സോറി, നമുക്ക് ഒരുമിച്ച് പറയാം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകില്ല. അടുത്ത വാക്യം. ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അതുകൊണ്ട് ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് സൂക്ഷിച്ച് കൊൾവീൻ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ആവശ്യത എന്താ പ്രാർത്ഥിക്കേണ്ടതിന്റെ? Now we know what to pray. എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം എന്ന് മാത്രം പ്രാർത്ഥിക്കാനല്ല. It's not about to bless us and our family. ഇതിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. We have to pray for this. 1 Peter chapter 4:7 ചേർന്ന് വായിക്കണം. 1 Peter 4:7. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർബന്ധരും. ഇതൊക്കെ വിശദീകരിച്ച് പ്രസംഗിക്കേണ്ടതാണ്. സമയമില്ലാത്തോടെ ഞാൻ നിർത്തുകയാണ്. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? What do we have to pray for? അവസാനം വന്നിരിക്കുന്നു. Because the end time is near. അതുകൊണ്ട് സുബോധത്തോടെ പ്രാർത്ഥിക്കണം. So we have to pray. നിർമ്മലരായി We പ്രാർത്ഥിക്കണം. have to pray with a purified heart. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുമോ? Can we all rise? പ്രാർത്ഥനക്കാരായി നമുക്കൊന്ന് മാറാം. Let us be prayerful warriors. പ്രാർത്ഥന എൻ്റെ ജീവിതത്തിന്റെ ചര്യയായി മാറാം. Let prayer be a habit for us. പ്രാർത്ഥനയില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട We do കർത്താവേ not need a world without prayer. എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ Let us പറ്റുമോ? pray that to the Lord. പ്രാർത്ഥനയ്ക്ക് പകരം വെക്കാൻ മറ്റൊന്നുമില്ല. There is no substitute to prayer. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. That is only prayer that we need. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. It is prayer alone. യേശു